ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ ധനുക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൊണ്ട് ചേരുന്ന ധനുക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുക്കൂറുകാർക്ക് 2-ൽ സൂര്യനും ബുധനും, 3-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, 4-ൽ അനുകൂലത്തിലല്ലാത്ത രാഹു, അതേസമയം 4-ൽ ശുക്രൻ അനുകൂലത്തിലാണ് നിൽക്കുന്നത്, 6-ൽ അനുകൂലമല്ലാത്ത വ്യാഴം, 7-ൽ അനുകൂലമല്ലാത്ത ചൊവ്വ, 10-ൽ അനുകൂല ഭാഗത്ത് നിൽക്കുന്ന കേതു എന്നു പറയാം. അപ്പോൾ ഗുണദോഷ മിശ്രത്തിൽ ഗുണവും ദോഷവും ചേർന്നൊരു മാസമായിട്ടാണ് ഇവർക്ക് വന്നിരിക്കുന്നത് എന്നു പറയാം. അതിൽ ഗുണാധിക്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ, സഹായഹസ്തങ്ങൾ കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് തൃപ്തി വരുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പുഷ്ടികൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹായഹസ്തങ്ങൾ കൊണ്ട് കിട്ടുവാനുള്ള സാധ്യത. വാഹന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അത് ഏത് വാഹനമായിക്കോട്ടെ, 2 വീലർ തൊട്ട് വിമാനം, കപ്പൽ എന്നീ വാഹനയാത്രയും ആകാശയാത്രയും റോഡ് ഗതാഗത യാത്രയും അതുപോലെ തന്നെ ട്രെയിൻ യാത്രയും യാത്രയും സംബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ, അതിൽ ഏറ്റവും കൂടുതൽ ജലയാത്രയ്ക്കാണ് കൂടുതലായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ കൂടുതൽ വരുവാനുള്ള സാധ്യതയും ധനുക്കൂറുകാർക്ക് കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ഭവനം വന്ന് വയ്ക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വാഹന യോഗം പ്രത്യേകപരമായിട്ട് കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ കുറച്ച് താമസം ഉണ്ടാവും. അതിനുവേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉദ്ദിഷ്ട ഫലസിദ്ധിക്കായിട്ട് കാര്യസിദ്ധി പൂജ നടത്തുന്ന ഒരു അമ്പലം ഉണ്ടെങ്കിൽ അവിടെ നടത്തുക. അല്ലാത്ത പക്ഷം ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട പൂവായ ചുവന്ന പൂവ്, അതായത് ചുവന്ന പൂ പറയുമ്പോൾ തെച്ചിപ്പൂ കൊണ്ടുള്ള അർച്ചന വിശേഷമാണ്. തെച്ചിപ്പൂ മാല ചാർത്തുക, തെച്ചിപ്പൂ കൊണ്ടുള്ള പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി നടത്തുക എന്നിവരെ ചെയ്യുന്ന പക്ഷം ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടി ഒരു ഭാഗ്യസൂക്തം കൂടി നടത്തുക എന്നാണ് പറയുവാനുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം നടക്കും. ചില യാത്രകളെല്ലാം പോകാൻ തയ്യാറെടുത്ത് അത് മുടങ്ങി പോവുകയാണെങ്കിൽ അത് പോകാനുള്ള തയ്യാറെടുപ്പിനും കൂടി ഈ പരിഹാരം ഉപകരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ അനുകൂലമല്ലാത്ത ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴനും കുറച്ച് പ്രശ്നക്കാരനാണ്. ആ വ്യാഴത്തിനും പരിഹാരം നടത്തണം എന്നാണ്. വ്യാഴം പറയുമ്പോൾ മഹാവിഷ്ണു തന്നെയാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തിയാൽ മതി. സ്ഥിരരാശിയിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തമമായിരിക്കും. അല്ലാത്ത വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ മാറുന്നു. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീരാമ ക്ഷേത്രത്തിലോ എവിടെയാണ് ചെയ്യാം, അതും കൂടി ചെയ്യണം എന്നുള്ളത് തീർച്ചയായും പറയാം. കാരണം എന്ന് പറഞ്ഞാൽ കടസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവം, തസ്കരാര വിഘ്നാദി വ്യാധി ശത്രുസ്ഥാനമായിട്ടുള്ളതും അതുപോലെ തന്നെ കടസ്ഥാനമായിട്ടുള്ളതും വിഘ്നസ്ഥാനമായിട്ടുള്ള വ്യാഴത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ധനസംബന്ധമായിട്ടുള്ള എല്ലാ വിധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഫൈനാൻസ് സംബന്ധമായിട്ട് ഏർപ്പെടും കണക്ക് അക്കൗണ്ട് സിസ്റ്റം വഹിക്കുന്നവർക്കും തെറ്റുപറ്റുകൾ വരാമെന്ന് പറയുന്നത്. അതുപോലെ ധനഭയം വരാം. ധനഭയം കളവ് പോവാം, അതായത് കയ്യിൽ നിന്ന് മിസ്റ്റേക്കായി പോവാം എന്നൊക്കെ പറയും. ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട അവസ്ഥകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ പരിഹാരം ചെയ്യാൻ പറയുന്നത്. അങ്ങനെ പരിഹാരം ചെയ്യുന്ന വർഷം മാറ്റങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ശനി 3-ാം ഭാഗത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ആരോഗ്യ പുഷ്ടി ഉണ്ടാകും. ഔഷധ സേവയെല്ലാം കുറച്ച് നിർത്തിവെക്കേണ്ടി വരും. കാരണം മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരില്ല എന്ന് പറഞ്ഞാൽ ആരോഗ്യ തൃപ്തി ഉണ്ടാവും എന്നു പറയാം. അതുപോലെ തന്നെ രോഗത്തിൽ കഴിയുന്നവർക്കെല്ലാം വളരെ ആശ്വാസം ഉണ്ടാവും. അതായത് മരുന്ന് കഴിക്കുന്നത് പോലെ ആശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് ആയുർവേദ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അലോപ്പതിയിലാണെങ്കിലും അതിനുള്ള ചികിത്സകളും മറ്റുള്ളതൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പ്രത്യേക മെയിനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസത്തേക്ക് മാറ്റി വയ്ക്കുക എന്നൊക്കെ പറയും. ഈ മാസത്തിൽ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാനുള്ള ഒരു സാധ്യതയില്ല. അപ്പം അതേ സമയത്ത് ശനി ഇവിടെ മാറ്റത്തോടനുബന്ധിച്ച് ഇപ്പോൾ അനുകൂല ഭാഗത്ത് നിൽക്കുന്ന ശനിയാണ്. മാർച്ച് മാസത്തോട് ലാസ്റ്റോടുകൂടി അടുത്ത മാസം മാർച്ചാണ്. മാർച്ചോടുകൂടി ശനി പോകുന്ന ശനി മാറ്റമാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണാനുഭവങ്ങൾ തന്നിട്ട് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ പ്രവർത്തനം മൂവ് ചെയ്യുക. ആ പ്രവർത്തനം മൂവ് ചെയ്യുമ്പോൾ ഏത് വഴിയിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം എന്നുള്ളത് പറഞ്ഞു. പല വിധത്തിലും വരാം. തൊഴിൽ രൂപത്തിൽ വരാം, അല്ലെങ്കിൽ ധനത്തിലൂടെ വരാം, സഹായഹസ്തങ്ങളിലൂടെ വരാം, ഗവൺമെൻറ് മാർഗത്തിലൂടെ വരാം,
അതുപോലെ തന്നെ അപ്രതീക്ഷിതപരമായിട്ടുള്ള മേഖലയിൽ വരാം. അങ്ങനെയുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ തൊട്ട് ഈ ഫെബ്രുവരി മാസം 10-ാം തീയതി തൊട്ടിട്ട് മകരമാസം കഴിയുന്നതുവരെയും അങ്ങനെ ഒരു ഫലം ഉണ്ടാവും. നമ്മളെ എവിടെയെങ്കിലും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എത്തിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളിനെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ പോവുള്ളൂ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ പ്രത്യേകതപരമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വർഷത്തെ ഫെബ്രുവരി മാസത്തിൽ 7 ശനിയാഴ്ചയാണ് 1-ാം തീയതി വരുന്നത്. ശനിയാഴ്ച 1-ാം തീയതി വരുന്ന കാരണം കൊണ്ട് തന്നെ 7 ആഴ്ചയിലും 4 ദിവസങ്ങൾ വെച്ച് വരുന്നുണ്ട്. 7, 4, 28 എല്ലാ ആഴ്ചയിലും 4 ദിവസം വെച്ച് വരുന്നുണ്ട്. അപ്പോൾ 4-ന് പ്രാധാന്യം വഹിക്കുന്ന ഒരു ഇതാണ് 4. അതായത് ഇംഗ്ലീഷ് തീയതി 4, 13, 22 എന്ന തീയതിയിൽ ജനിക്കുന്നവർ കുറച്ച് ഗുണാധിക്യങ്ങൾ കൂടുതൽ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ 4 സംഖ്യയിൽ തുടങ്ങുന്ന സകലവിധ ഐശ്വര്യപരമായിട്ടുള്ള നമ്പറുകളും അവർക്ക് അനുകൂലപരമായിട്ട് തന്നെ കാണുന്നത്. ഈ വർഷത്തിനെ പുറത്തു വരികയാണ് പറയുന്നത് ഈ ഫെബ്രുവരി മാസത്തിൽ ഈ 2025. അതുപോലെ തന്നെ വളരെ ഗുണകരമായിട്ടുള്ളൊരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശനിയുടെ മാറ്റം മാറുന്നതിന് മുമ്പാണ് ചെറിയ സഹായങ്ങളും സഹായഹസ്തങ്ങളും ഒരു ഭവന നിർമ്മാണം വയ്ക്കാൻ ആഗ്രഹിച്ച സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും പെട്ടെന്ന് വയ്ക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ലോണുകൾ തന്നെ പാസ്സാകാനുള്ള സാധ്യതയുണ്ട്, അത് തന്നെ പാസ്സായി വരുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും വരവ് ചെലവുകൾ കടം വന്നിട്ട് കിട്ടാതിരിക്കുകയാണെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും കൊണ്ട് എത്തിച്ചിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടേ പോവുള്ളൂ ശനി എന്നുള്ളതാണ് പറയുന്നത്. അത് കാരണം ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം പകുതിക്ക് ശേഷം, അതായത് 14-ാം തീയതിക്ക് ശേഷമായിരിക്കും കുറച്ചുകൂടി ഗുണപരമായിട്ടുള്ള ഇത് നിങ്ങൾക്ക് വരുന്നത്. അതുവരെ കുറച്ച് നമ്മൾ പിടിച്ചു നിർത്തേണ്ടി വരും. അവിടുന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. കർമ്മമേഖല പുരോഗതി ഉണ്ടാവും എന്ന് തന്നെ പറയാം. കർമ്മരംഗത്ത് പ്രവർത്തനത്തിൽ ഒരു ഗുണമേന്മയുണ്ടാവും. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയെല്ലാം കിട്ടിയില്ലാലോ എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതപരമായിരിക്കും പെട്ടെന്ന് ലെറ്ററോ ഇങ്ങനെ വരുന്നത്. അതുപോലെ ജോലി സാധ്യതകൾ, അപേക്ഷകൾ, ഇൻ്റർവ്യൂ എല്ലാം നടത്തിയിരിക്കുന്നവർക്കെല്ലാം അതെല്ലാം പെട്ടെന്ന് വന്ന് ചേരുവാനുള്ള സാധ്യത ഈ മാസത്തെ അവസാന കാലത്ത് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വിദേശ യാത്രക്കായി വിസ കാത്തുകൊണ്ടിരിക്കുന്ന പേപ്പർ വർക്കുകൾ കാത്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അതും അനുകൂലപരമായിട്ട് വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ ഈ മാസത്തിൽ കാണുന്നുണ്ട്. അതുകാരണം പ്രതീക്ഷയോടുകൂടി ഇരിക്കാം എന്ന് തന്നെ പറയുന്നത്. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നവർക്കെല്ലാം യാതൊരു തടസ്സവുമില്ല, വാങ്ങിക്കാം. ഭൂമി വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ ഭൂമി വാങ്ങിക്കാം, അതിനും തടസ്സമൊന്നുമില്ല. ഭൂമി വാങ്ങിച്ച് ഭവനം വയ്ക്കുകയാണെങ്കിൽ അതിനും തടസ്സമൊന്നുമില്ല. പരിഹാര മാർഗ്ഗങ്ങൾ ഇതെല്ലാം ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ നക്ഷത്രപരമായിട്ടുള്ള പരിഹാരം ചെയ്യണം. മൂല നക്ഷത്രമാണെങ്കിൽ ഗണപതി ഹോമം, അല്ലെങ്കിൽ കറുകമാല, നാളികേര പൂജ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റയപ്പം. മൂല നക്ഷത്രക്കാർക്ക് പൂരാട നക്ഷത്രക്കാർക്കാണെങ്കിൽ മഹാലക്ഷ്മി, അതായത് കാലത്ത് ലക്ഷ്മി പ്രീതി വരുത്തുക. ലക്ഷ്മി പ്രീതി വെച്ച് പറഞ്ഞാൽ കാലത്ത് ലക്ഷ്മി ദേവിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടി ചാർത്തുക, അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾ വെറും വെള്ള മാത്രമല്ല, വെള്ളയിൽ കളർ വരുന്നിട്ടുള്ള പട്ട് ദാനം ചെയ്യുക എന്നിവയെല്ലാം ഭഗവതിക്ക് വളരെ പ്രിയപ്പെട്ട പരിഹാരങ്ങളായിട്ടാണ് കാണുന്നത്. അങ്ങനെ ചെയ്യുന്ന വർഷം ദോഷാദികളും മാറും. ഉത്തര നക്ഷത്രക്കാർക്കാണെങ്കിൽ യാതൊരു സംശയം വേണ്ട, മഹാദേവൻ തന്നെയാണ്. മഹാദേവന് പ്രിയപ്പെട്ടതായിട്ടുള്ള ഏറ്റവും കുളിർമയായിട്ടുള്ള ഇളനീർധാര അല്ലെങ്കിൽ ജലധാര, ഇളനീരാനും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ പിൻവിളക്കും, അതുപോലെ തന്നെ മുൻവിളക്കും, കൂവളമാരിയും നിവേദ്യമായിട്ട് പായസവും കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തമമായി എന്നാണ് പറയുന്നത്. നമസ്കാരം.